സർ, UN-ൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയുള്ള സമയത്ത് അവിടെ അമേരിക്കൻ അംബാസഡർ പറയുന്നുണ്ട്, ട്രംപ് പറഞ്ഞ അതേ കാര്യങ്ങളാണ്, ഈ ഇന്ത്യ പാക് വെടിനിർത്തലിന് മുൻകൈയെടുത്തത് ഞങ്ങളാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെ നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള പർവ്വതേനി ഹരീഷ് അവർ പറയുന്നത്, ഈ കാര്യം ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതങ്ങനെയൊന്നുമല്ല, വ്യാപാരം തരും, അതിൻ്റെ പേരിൽ ഞങ്ങൾ വെടിനിർത്തൽ നിർത്തി എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. മാത്രമല്ല, അതിർത്തിയിൽ ഇനിയും തീവ്രവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും, ഇതിലും ശക്തമായി തന്നെ തിരിച്ചടിച്ചിരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതേസമയം തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങളൊന്ന് വരൂ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഏത് രീതിയിലും നമുക്കിതൊന്ന് അവസാനിപ്പിക്കണം. കാരണം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ പലതവണയായിട്ട് ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത്രയേറെ തവണ പാകിസ്ഥാൻ ഇത്തരത്തിൽ പറയുന്നത് പോലും നമ്മുടെ മുമ്പിൽ, അതായത് ഇന്ത്യക്ക് മുമ്പിൽ പരാജയം സമ്മതിച്ചു എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയല്ലേ? നമുക്ക് അങ്ങനെ അതിനെ കണക്കാക്കാമോ? ശരിക്കും ഇന്ത്യക്ക് മുമ്പിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടല്ലോ, 4 ദിവസം കൊണ്ട് അടിയറവ് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇട്ട ബോംബുകളൊക്കെ ഇപ്പോഴും പാകിസ്ഥാനിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ അതിനകത്തുനിന്ന് ആ ബോംബിങ്ങിനകത്തു നിന്ന് പോലും പാകിസ്ഥാന് കരകയറാൻ പറ്റുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബ്രഹ്മോസിന്റെ രൂപത്തിലായാലും നമ്മളെ നയതന്ത്ര രൂപത്തിലായാലും ഇട്ട ബോംബുകൾ പാകിസ്ഥാനകത്ത് വലിയ വലിപ്പത്തിൽ പൊട്ടുകയാണ്. ബ്രഹ്മോസ് തകർത്ത വ്യോമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങൾ, അവരുടെ പ്രദേശങ്ങൾ, അതിനകത്തുനിന്ന് അവർക്ക് മുക്തി നേടാൻ പറ്റുന്നില്ല. വിമാനത്താവളങ്ങളും അല്ലെങ്കിൽ തകർക്കപ്പെട്ട സ്ഥലങ്ങളും ഇതുവരെ റീബിൽഡ് ചെയ്താൻ വരുന്നില്ല. ഓരോ മാസവും അത് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകും. രണ്ടാമത് നമ്മൾ നയതന്ത്രം, നമ്മൾ 4 ദിവസത്തേക്ക് ഈ അറ്റാക്ക് നടത്തി യുദ്ധം, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞു നമ്മുടെ അടുത്ത് അടിയറവ് പറഞ്ഞ് യുദ്ധം നിർത്തി. അതിനുശേഷം നമ്മൾ എടുത്ത നയതന്ത്രം, നമ്മൾ ഇട്ട ഒരു വാട്ടർ ബോംബ് ഉണ്ട്. ആ വാട്ടർ ബോംബിന്റെ അവസ്ഥയിൽ പാകിസ്ഥാൻ ഇപ്പൊ ചേരിതിരിഞ്ഞ അടിയാണ്. ചേരിതിരിഞ്ഞെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനകത്ത് ബലൂചിസ്ഥാൻ, ഹൈബർ പത്തുങ്ക മേഖല, പിയോക്കോ മേഖല എല്ലാം ഉള്ളൂ. ഇപ്പൊ പഞ്ചാബ് മേഖലയും അല്ലെങ്കിൽ സിന്ധ് മേഖലയും തമ്മിൽ ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി തുടങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്സാരമായിട്ടൊരു കാര്യം പറയാം, ഒരു രാജ്യം ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഒരു രാജ്യത്തിന്റെ 3/4 ഭാഗത്തും കൃഷിയും അല്ലെങ്കിൽ കുടിക്കാനും അല്ലെങ്കിൽ മറ്റെല്ലാ ആവശ്യത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥ. അതിന് നിസ്സാരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്തിൽ ഒരു ദിവസം വെള്ളമില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ എത്തരത്തിൽ പ്രതികരിക്കും നമ്മുടെ നാട്ടിൽ. അപ്പം ഒരു രാജ്യത്തിന്റെ അവസ്ഥ. അപ്പൊ ഇതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഷൈൻ മാരിയറ്റും അല്ലെങ്കിൽ ഇവിടെ പാക് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചർച്ചയ്ക്കും തയ്യാറാണ്. അതുപോലെ തന്നെ UN-ൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം വന്നു, അല്ലെങ്കിൽ സമാധാനം, രാജ്യങ്ങൾ തമ്മിൽ സമാധാനം വേണം, സന്തോഷം വേണം, അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ ഇരുത്തി സംസാരിക്കുകയാണ്. അപ്പം ഇവിടെ യുദ്ധം നടന്നതിനകത്ത കാര്യമാണ് പ്രസക്തമായിട്ട് പറയുന്നത്. അതായത് പാകിസ്ഥാൻ പഹൽഗാം കാണിച്ചതും അതിന്റെ തിരിച്ചടി കൊടുത്തതും, തിരിച്ചടി ആദ്യം ഈ പറയുന്ന ഭീകരവാദി കേന്ദ്രത്തിലായതും അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് ഈ മിസൈലുകളും ഡ്രോണുകളും ആയിരക്കണക്കിന് ഡ്രോണുകളും അയച്ചതിന് തിരിച്ചടി കൊടുത്ത കാര്യം ആണ് പാകിസ്ഥാൻ ഇപ്പോഴും കുഴപ്പമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അതിന് ഈ പഹൽഗാമിന് കാരണക്കാരായിട്ടുള്ള ഭീകരവാദികളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള പാകിസ്ഥാനും ചെയ്തതിന് മറുപടിയല്ല പറയുന്നത്, ഞങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറയും. അപ്പൊ അവിടെ പറഞ്ഞത്, ഇതിനുശേഷം പാകിസ്ഥാനെ IMF-ഉം ഏഷ്യ ബാങ്കും ഒക്കെ 10,000 കോടി രൂപ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഭാഗമാണ്, തീവ്രവാദം അമർച്ച ചെയ്യണം, അത് ലോകത്ത് ഭീകരവാദം വേണ്ട എന്നൊക്കെ പറയുന്ന ഈ അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇത് പെറ്റു വളർത്തുന്ന, പാലൂട്ടുന്ന, ഇതിന്റെ മാത്രമായിട്ടുള്ള രാജ്യം, കാലങ്ങളായിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ പഹൽഗാമിന് ശേഷം നടന്ന സിന്ധുവിന്റെ യുദ്ധത്തിൽ ഇവർ വിചാരിച്ച് നമുക്ക് അടികിട്ടും, യുവന്മാര് പറഞ്ഞതുപോലെ യുവന്മാര് കൊണ്ട് എന്തെങ്കിലും അണുബോംബ് വിടും, അണുബോംബ് വിടുമ്പോ പറയാതെ ഓരോല്ലാത്ത രാജ്യമല്ലയോ, പാകിസ്ഥാൻ അല്ലയോ, ഭീകരവാദി അല്ലയോ, ആ രീതിയിൽ ഒരു സ്വാതന്ത്ര്യമൊക്കെ നടത്തി അങ്ങ് പാന്ന് വിചാരിച്ചു. പക്ഷെ അടിയവന്റെ മണ്ടയ്ക്ക് കിട്ടി, അടികൂട്ടത്തിൽ അമേരിക്കയ്ക്ക് കിട്ടി, അടികൂട്ടത്തിൽ ചൈനയ്ക്ക് കിട്ടി, അടികൂട്ടത്തിൽ അസർബൈജാന് കിട്ടി, ഈ ലോകത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മൊത്തം കിട്ടി. അപ്പം ഇപ്പൊ ഉള്ള ഭീതി എന്ന് പറയാൻ, നാളെ കാലത്തെ നമ്മുടെ വളർച്ച
യുമാർക്ക് അപ്പുറം പോകും. അപ്പൊ ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നിർത്തിയാലൊക്കത്തുള്ളൂ. നമ്മൾ IMF പറഞ്ഞു, ഇവിടെ അല്ലെങ്കിൽ UN പറഞ്ഞു, അടിച്ച് പെടലിരിക്കും, അല്ലെങ്കിൽ അടിച്ചവനെ പുച്ഛം തിരിക്കും. ഇനി ഇവിടെ കടത്തിവിട്ടാൽ യാതൊരു കോംപ്രമൈസും ഇല്ല, ആരും അതിന് നിൽക്കുകയും വേണ്ട. അതായത് അമേരിക്കക്കാരനാ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞു, ഈ UN-നകത്ത് കയറിയെന്ന് പറഞ്ഞ അമേരിക്കയല്ല യുദ്ധം നിർത്തിയത്, ഇത് അബദ്ധം പറയുകയാണ്, വിഡ്ഢിത്തരം പറയുകയാണ്. പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ അടുത്ത് ഇവർ വന്ന് കേണപേക്ഷിച്ചുകൊണ്ട് യുദ്ധം നിർത്തി, എന്നാൽ യുദ്ധം നിർത്തിയിട്ടുമില്ല. തൽക്കാലത്തേക്കുള്ള വെടിനിർത്തൽ എന്നുള്ള രീതിയിലേക്ക്. അപ്പം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനടുത്ത് ഒരു പ്രധാനമന്ത്രി പറയേണ്ട ഒരവസ്ഥ, ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തിയിട്ട് പറയാം, ഞങ്ങൾ ഒന്ന് പറയണേ ചേട്ടാ, ഇപ്പൊ മോദി അടുത്ത ദിവസങ്ങൾ അവിടെ ചെല്ലുന്നുണ്ടല്ലോ, കരാറുമായിട്ടൊക്കെ ചെല്ലുന്നുണ്ടല്ലോ, അവിടെ ചെന്നപ്പോ ഒന്ന് പറയണേ ചേട്ടാ, ഇതുപോലെ ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആദ്യം ചർച്ചയ്ക്ക് ഇല്ലെന്നാ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ആരാ? പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞു, അതിനുശേഷം ഈ അജിത് ഡോവൽ പറഞ്ഞു, ഈ നമ്മുടെ ആഭ്യന്തരമന്ത്രി അല്ല വിദേശകാര്യമന്ത്രി പറഞ്ഞു, ആഭ്യന്തരമന്ത്രി പറഞ്ഞു, രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇനി അവനോട് ചർച്ചയൊന്നുമില്ല, ചർച്ച വേണമെങ്കിൽ POKയുടെ കാര്യം വെച്ച് സംസാരിക്കാമെങ്കിൽ അത് വേണോ വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കും. അതും അങ്ങനത്തെ ചർച്ചയില്ല, POK തന്നാൽ തീരുമാനം എടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ചർച്ച വരുമ്പോ പ്രധാനമായിട്ട് ഇനി POKയുടെ കാര്യം ഒന്നും ചർച്ച, നമുക്ക് POK തൽക്കാലമായിട്ട് ഇങ്ങോട്ട് അങ്ങ് ചേർത്ത് നാളെ കാലത്തെ വെച്ചിട്ട് കാര്യമില്ല, സമയമാകുമ്പോ ഇനി വന്നോളും, അല്ലെങ്കിൽ അതിന് കൊണ്ടു തന്നോളും എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാടാണ് വളരെ കാലമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഇട്ട ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഒരുപക്ഷെ നയതന്ത്ര തലത്തിൽ നമ്മളെടുത്ത തീരുമാനവും അതിനുശേഷം യുദ്ധം ചെയ്തപ്പോൾ നമ്മൾ തകർത്ത പ്രദേശങ്ങളും ഒക്കെ റീബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യുവമാരെ സഹായിക്കാൻ നിൽക്കുന്നിടത്ത് എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ യുവമാരുടെ ഭാഗമായിട്ട് ലോകം നിൽക്കുമ്പോൾ പണ്ടത്തെ കൂട്ടല്ല, പണ്ട് UN-ലും അല്ലെങ്കിൽ ഈ അമേരിക്ക പറയുന്നിടത്തും യൂറോപ്യൻ രാജ്യം പറയുന്നിടത്തും ബ്രിട്ടൻ പറയുന്നിടത്തും മറുപടി പറയാൻ ഇന്ത്യക്ക് പേടിയായിരുന്നു. നാളെ കാലത്ത് നമ്മുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഇവന്മാര് തടഞ്ഞു കളയുമോ, വേറെ പ്രശ്നം. ഇപ്പം മറുപടി പറഞ്ഞു തന്നെ പോകുന്നത്, നമ്മുടെ കാര്യം നമ്മൾ പറയും, ആരും അത് ചെയ്യണ്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ പണ്ടത്തെ കൂട്ട് അങ്ങനെ ചെയ്താൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്ന ഒരു രാജ്യമല്ലെന്ന് മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ റഷ്യയുടെ മറ്റു വിഷയത്തിനകത്ത് യൂറോപ്യൻ കൺട്രീസ് ഒരു വിരട്ടൊക്കെ വരട്ടിട്ടുണ്ട്. റഷ്യ എണ്ണ മേടിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം, അല്ലെ ഉപരോധം ഏർപ്പെടുത്തുന്നതൊക്കെ നാറ്റോയുടെ സെക്രട്ടറി ഒക്കെ പറഞ്ഞുകൊണ്ടല്ലോ. അതിനുശേഷം പുല്ലുവിലയാ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ആഹ്വാനത്തിന് ശേഷം ഇന്ത്യ എടുക്കുന്ന നിലപാടോടുകൂടി നാറ്റോയും യൂറോപ്യൻ കൺട്രീസും തീരാൻ പോവുക. അല്ലെങ്കിൽ അമേരിക്കയിലെ ഇപ്പൊ ട്രംപിന്റെ കാര്യം വലിയ കാര്യമൊക്കെ പറയാം, താരിഫ് എന്ന് പറയുമ്പോൾ മൈൻഡ് പോലും ചെയ്യാൻ പോയില്ല. നമ്മൾ ഈ വർത്താനം കൂടുതൽ പറയത്തില്ല, കൂടുതൽ വർത്താനം പറയാത്ത ആൾക്കാരാണല്ലോ പേടിക്കട്ടെ എന്ന് പറയുന്നത്, നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യത്തേ ഉള്ളൂ. അപ്പം അമേരിക്കയുടെ പറച്ചില്ലാത്ത ഒരു വിലയില്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലോകത്തിലെ നമ്പർ 1 രാജ്യം അല്ലെ ലോക പ്രസിഡന്റ് എന്ന് പറയുന്ന അമേരിക്ക പറയുന്ന കാര്യത്തിന് എല്ലാ കാലത്തും വില ഉണ്ടായിരുന്ന സമയത്ത്, ആരും നിഷേധിക്കാത്ത സമയത്ത് അവരെ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ലോക രാജ്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ പോലും ഗതികെട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു മഹാരാജ്യത്തിന്റെ ഈ പറയുന്നത് പോലെ പ്രസിഡന്റ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ്, ട്രംപ് ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം, ആ പ്രസിഡന്റ് നമ്മുടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നു, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറയുന്നത് പോലെ പരിഹരിച്ചാൽ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുണ്ടാകുന്ന രീതിയിൽ ധാരണ ഉണ്ടാക്കിയാൽ മാത്രം നിന്നു കൊടുക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഈ പറഞ്ഞ യുദ്ധത്തിന്റെ കാര്യത്തിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാ യുദ്ധം നിർത്തിയത് അല്ല, നിങ്ങൾ പറഞ്ഞിട്ടല്ല യുദ്ധം നിർത്തിയത്, ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചത് കൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് ലോകത്തുടനീളം അമേരിക്കയും യൂറോപ്യൻ കൺട്രീസും ഇല്ലാതെയാക്കും. അവരുടെ ആധിപത്യത്തിൽ ഇരുന്ന ലോകക്രമം ഇല്ലാതാക്കും. കാരണം അമേരിക്ക കേൾക്കാതെ വരുമ്പോൾ നാളെ കാലത്തെ അമേരിക്കയുടെ ഭാഗം ഇന്ത്യ കേൾക്കാതെ വരുമ്പോൾ നാളെ കാലത്തെ മറ്റു രാജ്യങ്ങൾ പറയാം, പറയുന്നത് ഇന്ത്യ കേട്ടില്ലല്ലോ, നമുക്ക് എന്താ കേൾക്കാതിരുന്നത്. അപ്പൊ ഇത് ഇന്ത്യ ഒരു ലീഡർഷിപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ചെയ്യുന്നത് പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വാക്ക് കേൾക്കാതെ അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെ ഉള്ളവർ നിന്നു കഴിഞ്ഞാൽ ലോകക്രമം മറിക്കാൻ, അല്ലെങ്കിൽ ലോകക്രമത്തിൽ അവരുടെ പോലും ആധിപത്യത്തിനെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആധിപത്യം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള നീക്കമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പം IMF-ൽ പറഞ്ഞിട്ടുണ്ട്, അടിച്ചാൽ തിരിച്ചടിക്കും, നീ എത്ര പണം കൊടുത്താലും അടിക്കും. ഞങ്ങളെ കാലങ്ങളായിട്ട് ഭീകരവാദ പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരെ സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ UN-ഉം യൂറോപ്യൻ കൺട്രീസും അമേരിക്കയൊക്കെ നിശബ്ദമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ഭീകരവാദത്തിനെതിരെയുള്ള ചർച്ചയ്ക്കകത്ത് ഭീകരവാദം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ വിളിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ചർച്ച കൊള്ളാം, ന്യായം കൊള്ളാം. ചർച്ച കഴിഞ്ഞിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇതുവരെ അടിച്ചതിനെക്കാട്ടി മാരകമായിട്ട് അടിക്കും, ആര് സഹായിച്ചാലും അടിക്കും, അതേ രീതിയിലേക്ക് അടിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇന്ത്യയുടെ നിലപാട് എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി ഒരുപക്ഷെ ബ്രിട്ടൻ ഹൈക്കമ്മീഷനുമായിട്ടും ആരുമായിട്ടും കാണുമ്പോൾ പറയുന്ന പോലെ പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചർച്ചയ്ക്കും തയ്യാർ.
എന്ത് ചർച്ചയ്ക്കും തയ്യാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇനിയും അങ്ങനെ അങ്ങ് വഴങ്ങുന്ന ഒരവസ്ഥ വന്നാൽ നമ്മൾ ആദ്യം വെക്കാൻ പോകുന്നത് POK ആയിരിക്കും. POK തന്നിട്ട് സംസാരിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് പാകിസ്ഥാൻ പെട്ടു കാരണം യാതൊരു രീതിയിലും ഇന്ത്യയോട് അല്ലെങ്കിൽ ഒരു രീതിയിലും ഏറ്റുമുട്ടാനും അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും പരിഗണിക്കാത്ത ഒരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ പിക്ചറിൽ പോലും ഇല്ലാത്ത, ലോകത്തിലെ രാജ്യങ്ങൾക്കകത്ത് പാകിസ്ഥാൻ ഇല്ലാത്ത ഒരു പിക്ചർ അല്ല, ലോകത്ത് രാജ്യങ്ങൾക്കകത്ത് നമ്മളുടെ പിക്ചറിൽ അല്ല, നമ്മുടെ സങ്കല്പത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പോലും പരിഗണിക്കുന്നില്ല. അത്തരത്തിലുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സംസാരത്തിന് പാകിസ്ഥാൻ പല രാജ്യങ്ങളുമായിട്ടും ആരെ കാണുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാർ എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സർ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, ഇന്ത്യയുടെ നിലപാട് ശക്തമാണ്, അത് വ്യക്തവുമാണ്. മാത്രമല്ല ആരുടെ മുമ്പിലും പോയി അടിയറവ് പറയേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളത്. നമ്മുടെ നിലപാടുകൾ എന്താണോ അത് എവിടെയായാലും ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുകയും ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല അത് പാകിസ്ഥാന് ഒരു പ്രശ്നത്തിലേക്ക്, അതായത് പാകിസ്ഥാനെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.